നേരം വെളുത്ത ദർശനത്ത വൈകുന്നേരമായ വാബികൾക്ക് മറുപടി പറയാൻ പോവുക. ആരാ എതിരാളി? എടവണ്ണ അലവി മൗലവി പോലെ കിതാബ് തിരിയുന്ന വലിയ വലിയ ആളുകൾ. അവർക്ക് മറുപടി പറയാനാ പോണത്. അസംമൂലിയിൽ പോകേണ്ടടത്തേക്ക് 3-4 സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പൊ ഒരു സ്ഥലത്തേക്ക് അസംമൂലിയിൽ പോകും, ഒരു സ്ഥലത്തേക്ക് ആര് പോവും? നാട്ടിക പോവും, ഒരു സ്ഥലത്തേക്ക് നമ്മളെ ഇവിടെ മരിച്ചൊരു ആളുണ്ട്, നമ്മളെ അവരെ ചർച്ചയേറ്റ് കൊടുക്കട്ടെ, അല്ല മനോഹരമായി പ്രസംഗിക്കും. ഒരു ഭാഗത്തേക്ക് വാണിയമ്പലം പോകും, വൈകുന്നേരം പോകല്ലേ, ബസ് കയറി പോവുക. എവിടെയും ചാർവണം നടത്തി. അതുകൊണ്ട് നേരം വെളുത്ത ആഴത്തേക്ക് ഇറങ്ങി കിതാബ് പഠിക്കും. കാരണം എതിരാളി അത്രയും വലിയ തിരുവാടുള്ളവനാണ്. പിന്നെ ഓരും തന്നെ ഗണന പ്രസംഗം നിർത്തി. അപ്പൊ പിന്നെ ഞമ്മക്കും ഇത് ആവശ്യമില്ലാതെയായി. പിന്നെ ഓരും തന്നെ പത്രം വായിക്കണ ആളുകളായപ്പോ ഞമ്മക്കും ചന്ദ്രികയും സുപ്രഭാതം ഒക്കെ വായിച്ചാൽ മതി എന്നുള്ളെത്തി. പുറകോട്ട് 80 അവരെന്ത് ചെയ്തു? 82 കൊട്ടപ്പുറം സംവാദം. കൊട്ടപ്പുറം സംവാദം എന്ന് പറഞ്ഞാൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ സംവാദം നടത്തുന്നത്. മുന്നിൽ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരാണെങ്കിലും തത്തയെ പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചാണ്. 81 അസംബ്ലിയിൽ മരിച്ചു. അസംബ്ലിയിൽ മരിച്ചപ്പോൾ അവർക്ക് ധൈര്യം വന്നു, പൊളിക്കാം. അസംബ്ലിയർ കൂടെ അല്ലാത്ത ഒരു വാദപ്രതിവാദത്തിൽ ആരുണ്ടായിട്ടില്ല അതുവരെ. ഒറ്റക്കൊരു വാദപ്രതിവാദം അതുവരെ ആരും നടത്തിയിട്ടില്ല. AP നടത്തിയില്ല. ഞാൻ ഇത് സത്യം പറയുന്നില്ല, നമ്മൾ ഒന്നാണല്ലോ അന്ന്. പിന്നെ ഇതൊക്കെ വിഭാഗീയത ഉണ്ടായത് 82 എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദ കാലത്ത് നമ്മൾ രണ്ടു കൂട്ടരും ഒന്നാണ്. മനസ്സിലായോ പറഞ്ഞത്? അവിടെ കൊട്ടപ്പുറത്തിൽ ഗണ്ഡന മണ്ഡനം ആഴ്ചകളോളം നടന്നു. അവസാനം അവര് വെല്ലുവിളിച്ചു. അപ്പൊ നമ്മൾ വെല്ലുവിളി ഏറ്റെടുത്തു. അവർ ശൈഖുനാന്റെ അടുത്ത് പോയി. അപ്പൊ ശൈഖുന പറഞ്ഞ AP വിളിച്ചാൽ നിറവും. ശൈഖുന നിർദ്ദേശിച്ച പ്രകാരമാണ് ആരെ വിളിക്കണത്? AP വിളിക്കണത്. എന്നെല്ലാം ഒന്നാണ്. അതിലാവട്ടെ അങ്ങോട്ട് തോറ്റു എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ വഹാബികൾ കൊട്ടപ്പുറത്ത് തോറ്റ തോറ്റൊരു സംഭവം ഉണ്ടാവില്ല. എന്താ സംഭവം? 3 ദിവസം ചോദിച്ചിട്ടും എന്നതിന് മറുപടി ഇറങ്ങില്ല. ഇത് തന്നെ ചോദിക്കണമെന്ന് ഷെയ്ഖുന് പറഞ്ഞതുമാണ്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല, മനസ്സിലായോ പറഞ്ഞ്? അവിടെ ഞാൻ AP ചെറുതാക്കല്ല. വലിയ സ്ഥലം അവരെന്നെയാണ്, അവരെന്നെയാണ്, ഷെയ്ഖുൻ തന്നെയാണ്. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? 3 ദിവസം ചോദിച്ചിട്ട് അതിൽ ഒരു ദിവസം വിഷയം അവതരിപ്പിച്ചു മുസ്ലിം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ ഫൈസി ഇങ്ങനെ 2-3 ഞാൻ ആ വാദപ്രതിയിൽ പങ്കെടുത്തോനാ. അന്ന് ഞാൻ നാട്ടിൽ ദർസിലോടുക 82 നാട്ടു ദർസ മൂത്തടുത്ത് അക്കാലത്തുണ്ടാവണ്. ആ 82 കൊട്ടപ്പുറം സംവാദം ഞാൻ പങ്കെടുത്തോനാ. അവസാനം അങ്ങോട്ട് വാഷളായി. പിന്നെ ബദരീങ്ങൾക്ക് റിയാസി മൊജിദ് വരുന്നാണ്ട പിരിഞ്ഞ് അങ്ങനെ ജനം വിടൂല. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ശിർക്കിന്റെ നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിന് എനിക്ക് നിങ്ങളാരും പേടിയില്ല. ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല. കാരണം വഹാബി തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. അതിനൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യമാണല്ലോ. ഇപ്പൊ നമുക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തതുകൊണ്ട് രാത്രി ആകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ. പുതിയ പെണ്ണെട്ടിയ ആളുകൾക്ക് സുബയാകണ ഇഷ്ടം ഉണ്ടാവില്ല. സുബയായി എന്നുള്ള സത്യല്ലേ? സലാത്ത് കയറുമ്പോഴെന്നാവും പെൺകടി ചങ്ങായി പറഞ്ഞു. അപ്പോഴാണ് പുതിയ ഒന്നും പറഞ്ഞു. ഞങ്ങൾ ഇന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ മറ്റാക്ക്. ഞങ്ങളവിടെ സലാത്ത് കയറുമ്പോഴെന്നാവും പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം. വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 982 ശേഷം അവര് കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെയും AP അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. ഇതാണ് സത്യം. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ആരാണ് ഫിത്ന ഉണ്ടാക്കിയത്? ചന്ദ്രിക ദിനപത്രം. അതങ്ങനെയാണ്. അതൊരു വസ്തുത പറയാണ്. ഇതൊന്നും ആരും കുറ്റല്ല, നേര് പറയാം. തകർന്നു. സുന്നികൾ രണ്ടായി. 980-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത
പറയാൻ തുടങ്ങി. അതിനിടയിൽ അവർ വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾ കയറിക്കൂടി. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ടത്തങ്ങൾ പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാര ഉള്ളത്? നിനക്ക് എന്തഭിമാന 100ാം വാർഷികം നടത്താം? ഇത്ര തോകടി 980 വരെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഞാൻ പറയും, എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ഇനി ബാക്കി നമുക്ക് വീണ്ടും തുടരും. കാലത്തുണ്ടായിരുന്നു ബൊമ്മനും മോളിയല്ല, എന്താ പറയാ, പിന്നെ നോവലുകൾ. അതെ, നോവല് കുറച്ചെണ്ണം എഴുതിയാണ്ട് പറയാ തുടരും. ഞാൻ പിന്നെ തുടരും. കൂടുതൽ പറയണ്ട, ഇതൊന്നുമല്ല വിഷയം. ഇതിൻ്റെയൊക്കെ അപ്പുറമുണ്ട്. നമ്മളെ രണ്ടൂട്ടരും തെറ്റിച്ചു. ആരാ തെറ്റിച്ചത്? രാഷ്ട്രീയക്കാരെന്നാൽ വഹാബികൾ. അവരെ നന്നാക്കിയെടുക്കാൻ കഴിയൂല, കഴിയേയില്ല, ഒരിക്കലും കഴിയില്ല. ആ ദുരന്തം നമ്മൾ അനുഭവിക്കാം. ഇതൊന്നുമല്ല പറയാനുള്ളത്, ഇതിൻ്റെ അപ്പുറം പറയാനുണ്ട്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പർപ്പസ്, ബേസിക് പർപ്പസ് അതെന്താണ്? അതിന്മേൽ പണിയെടുക്കാൻ 980 ശേഷം സമസ്തക്ക്, 80കൾ അതായത് 85 ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? തമ്മിൽ തല്ലിച്ചു. അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ നമ്മളൊപ്പം കൂടിയ ആളുകൾ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അവർക്ക് ഇഷ്ടമില്ല.